ഹലോ എവ്രി വൺ, ഹാരി പോട്ടറിൻ്റെ ബുക്ക് സീരീസിലെ ബുക്ക് നമ്പർ 4, അതായത് ഹാരി പോട്ടർ ആൻഡ് ദ ഗോബ്ലറ്റ് ഓഫ് ഫയർ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് എഴുതിയത് JK റൗളിംഗ് തന്നെയാണ്. ഈ ഒരു 4th ബുക്ക് എന്ന് പറയുന്നത് കഥയുടെ ഒരു ടേണിംഗ് പോയിൻ്റ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സമാധാനത്തിൽ നിന്ന്, അതായത് ആ വിസാഡിൻ്റെ ആ ഒരു ലോകം സമാധാനത്തിൽ നിന്ന് അപകടം, ത്രെറ്റിൻ്റെ ആ ഒരു ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബിക്കോസ് ഓഫ് ലോർഡ് വോൾഡെമോർട്ടിൻ്റെ തിരിച്ചുവരവ് കാരണം. കഥ തുടങ്ങുന്നത് ഹാരിക്ക് സ്ട്രേഞ്ച് ആയിട്ടുള്ള സ്വപ്നങ്ങൾ ഉണ്ടാകുന്നു വോൾഡെമോർട്ടിനെ പറ്റി. വോൾഡെമോർട്ട് പ്ലോട്ട് ചെയ്യാണ് അബൌട്ട് സംതിങ് ഈവിൾ. ആ ഒരു സമയത്ത് ഹാരി ഭയങ്കര എക്സൈറ്റഡ് ആവാണ് ക്വിൻഡിച്ച് വേൾഡ് കപ്പ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ, റോണും ഹെർമിയോണിൻ്റെയും കൂടെ ക്വിൻഡിച്ച് വേൾഡ് കപ്പ് അറ്റൻഡ് ചെയ്യാനായിട്ട് പുള്ളിക്കാരൻ ഭയങ്കര എക്സൈറ്റഡ് ആവാണ്. അപ്പോൾ ആ സമയത്ത് ഇവൻ്റ് ഒരു ഡാർക്കായിട്ടുള്ള ഒരു ടേൺ ടേക്ക് ചെയ്യാണ്. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്ത് ഈറ്റേഴ്സ്, അത് വോൾഡെമോർട്ടിൻ്റെ ഫോളോവേഴ്സ് ക്യാമ്പ് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു മിസ്റ്റീരിയസ് സിമ്പിൾ, അതിൻ്റെ പേരാണ് ഡാർക്ക് മാർക്ക് സ്കൈയിൽ അപ്പിയർ ആവാണ്. അപ്പോൾ ആ ഒരു മാർക്ക് കാരണം അതിൻ്റെ അർത്ഥം അപകടത്തിൻ്റെ തുടക്കം, അപകടം വിസാൾഡിൻ്റെ ആ ലോകത്തേക്ക് തിരിച്ചു വരാൻ പോവാണ്. അപ്പോൾ ഹോഗ്വാർട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോഗ്വാർട്സിൽ ഒരു സ്പെഷ്യൽ ഇവൻറ്റ് നടക്കുകയാണ്, ട്രൈവിസാർഡ് ടൂർണമെൻറ്റ്. അതിൻ്റെ അനൗൺസ്മെൻറ്റ് നടന്നു. അതൊരു മാജിക്കൽ കോമ്പറ്റീഷനാണ്. 3 വിസാർഡിങ് സ്കൂൾസ് തമ്മിലുള്ള ഒരു മാജിക്കൽ കോമ്പറ്റീഷനാണ്. 1 ഹോഗ്വാർട്സ്, 2 ബിയോക്സ് ബാറ്റൻസ്, 3 ഡേംസ്ട്രാങ്. ഓക്കെ, ഓരോ സ്കൂളും ഒരു ചാമ്പ്യനെ സെലക്ട് ചെയ്യും. അപകടകരമായ ടാസ്ക് കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതവരുടെ കറേജ്, അവരുടെ ധൈര്യം, അവരുടെ ബുദ്ധി, അവരുടെ മാജിക്കൽ എബിലിറ്റീസൊക്കെ ടെസ്റ്റ് ചെയ്യും. ചാമ്പ്യൻസിനെ ചൂസ് ചെയ്യുന്നത് ഗോബ്ലറ്റ് ഓഫ് ഫയർ ആണ്. ഗോബ്ലറ്റ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഒരു മാജിക്കൽ കപ്പാണ്. അതാണ് കോമ്പറ്റേറ്റേഴ്സിൻ്റെ പേരൊക്കെ സെലക്ട് ചെയ്യുന്നത്. ചൂസ് ചെയ്ത ചാമ്പ്യൻസൊക്കെ സെഡ്രിക് ഡിഗോറി, ഹോഗ്വാർട്സിലെ സെഡ്രിക് ഡിഗോറിയാണ് ചൂസ് ചെയ്ത ചാമ്പ്യൻസ്. സെഡ്രിക് ഡിഗോറി ഫ്രം ഹോഗ്വാർട്സ്, ഫ്ലിയോർ ഡെലോക്കർ ഫ്രം ബിയോക്സ് ബാറ്റൻസ് ആൻഡ് വിക്ടോർ ക്രം ഫ്രം ഡ്രംസ്റ്റാങ്. ഓക്കെ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം നടക്കുകയാണ്. ഗോബ്ലറ്റ് അപ്രതീക്ഷിതമായി ഹാരിയുടെ പേര് സെലക്ട് ചെയ്യും 4th കോമ്പറ്റേറ്ററായിട്ട്. ഹാരി ഒന്നാമത് ഇതിൽ അണ്ടർ ഏജ് ആണ്, പിന്നെ അവൻ്റെ പേര് അതിലില്ല, എന്നിട്ടും അവൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ ഹാരിക്ക് ഭയങ്കര കൺഫ്യൂസ് ആവും, ഹാരി ഭയങ്കരമായിട്ട് പേടിക്കും. പക്ഷേ അവനത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിർബന്ധിതനാവും, കാരണം ടൂർണമെൻറ്റിൻ്റെ റൂൾസ് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് കുട്ടികൾ, റോൺ അടക്കം, വിശ്വസിക്കുന്നത് ഹാരി ഈ ടൂർണമെൻറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഹാരി എന്തോ ചെയ്തിട്ടുണ്ട് എന്നാണ്. ഹാരി ഈസ് ചീറ്റഡ് ടു ഗെറ്റ് ഇൻ ടു ദ ടൂർണമെൻറ്റ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവർ വിചാരിക്കുമ്പോൾ അവരുടെ ഫ്രണ്ട്ഷിപ്പിലൊരു റിഫ്റ്റ് സംഭവിക്കുകയാണ്. ഹാരി ഇവിടെ 3 അപകടകരമായ ടാസ്ക് ഫേസ് ചെയ്യാണ് ടൂർണമെൻറ്റിൻ്റെ സമയത്ത്. ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്ന ഒരു ഡ്രാഗനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. ഡ്രാഗനെ ഫേസ് ചെയ്താൽ മാത്രമാണ് ഗോൾഡൻ എഗ്ഗ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഹാരി ബുദ്ധിപരമായി അവൻ്റെ ബ്രൂം സ്റ്റിക്ക് ഉപയോഗിച്ച് ഡ്രാഗനെ ഔട്ട് മാനുവർ ചെയ്യും. എന്നിട്ട് സക്സസ്ഫുള്ളി ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും. സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത് ഹാരി ഒരാളെ റെസ്ക്യൂ ചെയ്യണം. അതായത് ലേക്കിൻ്റെ താഴേന്ന് ഹാരി കെയർ ചെയ്യുന്ന ഒരാളിനെ, ഹാരിക്ക് ഇഷ്ടമുള്ള ഒരാളിനെ, ഹാരി റെസ്ക്യൂ ചെയ്യണം. അപ്പോൾ ഹി യൂസസ് ഗില്ലിവീഡ് ഒരു മാജിക്കൽ പ്ലാന്റ് ആണ്. അണ്ടർ വാട്ടറിൽ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഗില്ലിവീഡ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉപയോഗിക്കും. എന്നിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അതിലൂടെ കാണിക്കുന്ന അവൻ്റെ കൈൻഡ്നസ് ആൻഡ് ബ്രേവറിയാണ്. അപ്പോൾ അവൻ രക്ഷിച്ച ഒരാളെ, അവൻ്റെ ഹോസ്റ്റേജിന് മാത്രമല്ല പക്ഷെ മറ്റുള്ളവരെ അവൻ രക്ഷിച്ചു. 3ാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഒരു മെയ്സ്, MAZD, ഒരു മാജിക്കൽ മെയ്സ് ആണ്. അത് ഫുൾ ഓബ്സ്റ്റക്കിൾസ് ആണ്. ഹാരിയും സെഡ്രിക്കും ട്രൈവിസാർഡ് വേൾഡ് കപ്പിൽ എത്തും. എന്നിട്ട് അവരുടെ വിജയം ഒന്നിച്ച് ഷെയർ ചെയ്യാൻ തീരുമാനിക്കും. പക്ഷേ അവർ കപ്പ് ടച്ച് ചെയ്യാൻ എത്തുന്ന ആ ഒരു സമയത്ത് അവരെ ഗ്രേവ് യാർഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അവിടെ വോൾഡെമോർട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അതൊരു ട്രാപ്പായിരുന്നു. സെഡ്രിക്കിനെ വോൾഡെമോർട്ടിൻ്റെ സർവൻറ്റ് ആയ വേംഡെയിൽ കൊല്ലും. വോൾഡെമോർട്ട് ഹാരിയുടെ ബ്ലഡ് ഉപയോഗിക്കും അവൻ്റെ ഫിസിക്കൽ ഫോം റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. വോൾഡെമോർട്ട് ഇപ്പോൾ ഫുള്ളി റിവൈവായി. അവൻ ഡെത്ത്
ഡെത്ത് ഈറ്റേഴ്സിനെ വിളിക്കും, എന്നിട്ട് ഹാരിനെ കൊല്ലാൻ നോക്കും. പക്ഷേ ഹാരി അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കും വിത്ത് സെഡ്രിക്കിൻ്റെ ബോഡിയും എടുത്ത് രക്ഷപ്പെടാൻ നോക്കും ബൈ യൂസിങ് ട്രൈവിസാർഡ് കപ്പ് ആസ് എ പോർട്ട് കീ. ഇനി ഹോഗ്വാർട്സിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വിസാർഡിങ് വേൾഡ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഷോക്കാവാണ് കാരണം അവർ കേട്ടപ്പോൾ വോൾഡെമോർട്ട് തിരിച്ചു വന്നു. പ്രൊഫസർ ഡംബിൾഡോർ എല്ലാവരെയും വാൺ ചെയ്യുന്നു, അപകടം ഇപ്പോൾ വളർന്നു വരാണ് അപകടം, അതിനെപ്പറ്റി എല്ലാവരെയും വാൺ ചെയ്യുന്നു. പക്ഷേ ഈ മാജിക്കിൻ്റെ മിനിസ്ട്രി അവനെ വിശ്വസിക്കുന്നില്ല. പക്ഷേ അവരൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യും. ഹാരിന് ഡിസ്ക്രെഡിറ്റ് കൊടുക്കും, ഡംബിൾഡോറിനും ഡിസ്ക്രെഡിറ്റ് കൊടുക്കും. അതിനിടയ്ക്ക് ഒരു മാഡായി മൂടി ഡാർക്ക് ആർട്സ് ടീച്ചറിൻ്റെ എഗെയിൻസ്റ്റ് ഒരു ഡിഫെൻസ് നടത്താൻ നോക്കും. അത് ഒരു ഇമ്പോസ്റ്ററാണെന്ന് വെളിപ്പെടും. അത് ആക്ച്വലി ബാർട്ടി ക്രൗച്ച് ജൂനിയർ ആണ്, ഒരു ലോയലായുള്ള ഡെത്ത് ഈറ്ററാണ്. പുള്ളിക്കാരൻ ഒരു പോഷൻ ഉപയോഗിക്കും ഈ മൂഡിനെ ഇംപേഴ്സണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഓർക്കസ്ട്രേറ്റ് ചെയ്യും ആ പ്ലോട്ടിനെ, ഹാരിനെ വോൾഡെമോർട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ പുസ്തകം അവസാനിക്കുന്ന ഒരു ഡാർക്ക് നോട്ട് വെച്ചിട്ടാണ്. ഹാരി സെഡ്രിക്കിൻ്റെ മരണത്തിനെ പറ്റി ദുഃഖിക്കുന്നു. എന്നിട്ട് അവൻ മനസ്സിലാക്കുന്നു ജീവിതം പണ്ടത്തെ പോലെ ആകില്ല ഇനി മുന്നോട്ട് പോകുമ്പോൾ. അവൻ മനസ്സിലാക്കുന്നു വോൾഡെമോർട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ നല്ലതും ഈ ചീത്തയും തമ്മിലുള്ളൊരു യുദ്ധം തുടങ്ങി. ഈ ബുക്ക് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം, ബ്രേവറി, ധൈര്യം, സ്റ്റാൻഡപ്പ് ഫോർ ദ ട്രൂത്ത്. സത്യത്തിന് എപ്പോഴും നമ്മൾ സത്യത്തിൻ്റെ സൈഡിലേക്ക് നിൽക്കുക. ഈവൻ വെൻ പീപ്പിൾ ഡോണ്ട് ബിലീവ് യു, ആളുകൾ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ സത്യത്തിൻ്റെ സൈഡിൽ നിൽക്കുക, അതുകൊണ്ട് പറയാണ്ടിരിക്കുക. ഇത് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ചില സമയത്ത് അപകടം, നഷ്ടം ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ അവർ സ്ട്രോങ് ആയിട്ടിരിക്കണം. ഇൻജസ്റ്റിസ്, ഈവിൾ, അതിനെ രണ്ടിനും ഫൈറ്റ് ചെയ്യാനായിട്ട് അവർ സ്ട്രോങ് ആയിട്ട് ഇരിക്കണം.